ഇടതുപക്ഷത്തിൻ്റെ ഉറച്ച കോട്ടയായ വി.എസ്. അച്യുതാനന്ദൻ നിരന്തരം ജയിച്ചു വന്നിരുന്ന മലമ്പുഴ തിരിച്ചുപിടിക്കാൻ യു.ഡി.എഫ് ഇറക്കിയത് വമ്പൻ തന്ത്രം. വി.എസ്. അച്യുതാനന്ദൻ്റെ വിശ്വസ്തനായിരുന്ന എ. സുരേഷിനെ മലമ്പുഴയിൽ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരുന്നു കോൺഗ്രസ്. സുരേഷുമായി ഇതേക്കുറിച്ചുള്ള ചർച്ചകളും നടത്തിയിരുന്നു. മലമ്പുഴയിൽ വി.എസിൻ്റെ വിശ്വസ്തനായിരുന്ന സുരേഷ് മത്സരിക്കുന്നത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയാകുമെന്ന് എൽ.ഡി.എഫ് കണക്ക് കൂട്ടി. അതുകൊണ്ട് തന്നെ ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ് എൽ.ഡി.എഫ്. മലമ്പുഴയിൽ വി.എസ്. അച്യുതാനന്ദൻ്റെ മകൻ വി.എ. അരുൺകുമാറിനെ മത്സരിപ്പിക്കാൻ CPM തീരുമാനിച്ചിരിക്കുകയാണ്. അരുൺകുമാർ മത്സരിക്കുന്ന സ്ഥിതിവിശേഷം വന്നാൽ മലമ്പുഴയിൽ എ. മലമ്പുഴയിൽ മത്സരിക്കാൻ എ. സുരേഷിന് മേൽ വലിയ സമ്മർദ്ദം ചെലുത്തുകയാണ് യു.ഡി.എഫ്. മലമ്പുഴയിൽ സുരേഷ് മത്സരിച്ചു കഴിഞ്ഞാൽ വി.എസിൻ്റെ വിശ്വസ്തൻ എന്ന നിലയിൽ വോട്ടുകൾ സമാഹരിക്കാൻ യു.ഡി.എഫിനാകും. മാത്രമല്ല വി.എസ്. ഫാക്ടർ ഗുണം ചെയ്യാനും ആകും. ഇതെല്ലാം നമ്മുടെ KPCCയുടെ തന്ത്രങ്ങളല്ല, മറിച്ച് സുനിൽ കനകൂലുവിൻ്റെ കുതന്ത്രങ്ങളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ വി.എസിൻ്റെ വിശ്വസ്തനായിരുന്ന മകനേക്കാൾ വി.എസിന് വിശ്വാസ്യതയുണ്ടായിരുന്ന എ. സുരേഷിനെ യു.ഡി.എഫ് സ്ഥാനാർത്ഥിയാക്കി മലമ്പുഴ നിർത്തുക എന്ന കാര്യം കോൺഗ്രസ്സിന്, നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ്സിന് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു തന്ത്രമാണ്. ആ തന്ത്രമാണ് സുനിൽ കനകൂലു പയറ്റിയിരിക്കുന്നത്. എന്തായാലും വി.എസിൻ്റെ മകൻ വി.എ. അരുൺകുമാറിനെ സുരേഷിനെതിരെ മലമ്പുഴ മത്സരിക്കാൻ CPM നിയോഗിക്കും എന്നാണ് അറിയുന്നത്. ഇങ്ങനെ ഒരു സാഹചര്യം വന്നാൽ സുരേഷ് മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും ചെയ്യും. പണിക്ക് മറുപണി, ഇതാണ് ഇപ്പോൾ LDFും യു.ഡി.എഫും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു.ഡി.എഫ് പണിയുന്ന പണിക്ക് ഇരട്ടി മറുപണി, ഇതാണ് LDF കൊടുക്കുന്നത്. LDF വൃത്തങ്ങളെ അമ്പരപ്പിക്കുന്ന ഒരു തീരുമാനമാണ് യു.ഡി.എഫ് എടുത്തത്. മലമ്പുഴയിൽ മത്സരിക്കാൻ കോൺഗ്രസ്സുകാർ ഏറെയുണ്ടായിട്ടും വി.എസിൻ്റെ വിശ്വസ്തനായിരുന്ന, വി.എസിൻ്റെ അരികുപറ്റി ജീവിച്ച എ. സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയായിരുന്നു CPM അല്ല, കോൺഗ്രസ് അങ്ങനെ ഒരു ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്താൻ താല്പര്യപ്പെട്ടു. സുരേഷ് ഒരു വിധത്തിൽ സമ്മതമൊക്കെ മൂളി. അപ്പോഴാണ് LDF മറുപണി കൊടുത്തത്. അങ്ങനെയാണെങ്കിൽ വി.എ. അരുൺകുമാർ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകും. വി.എ. അരുൺകുമാർ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകുമ്പോൾ സുരേഷിന് ജയിക്കാൻ ബുദ്ധിമുട്ടായി മാറും. മലമ്പുഴ കുറേ കാലമായി കോൺഗ്രസ്സിന് അനുകൂലമായ മണ്ണല്ല. മലമ്പുഴ കുറേ കാലമായി കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോകുന്ന നിയോജക മണ്ഡലമാണ്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പോയി. അതൊക്കെ വല്ലാതെ ബാധിക്കുന്നുണ്ട് കോൺഗ്രസിനെ. ആ മലമ്പുഴയിൽ ശക്തമായൊരു പോരാട്ടം കാഴ്ചവെക്കാനാണ് വി.എസിൻ്റെ വിശ്വസ്തനായ എ. സുരേഷിനെ ഇറക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. അതിന് ഉടൻ തന്നെ മറുപണിയും കിട്ടി. വി.എ. അരുൺകുമാറിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കിക്കൊണ്ട് കോൺഗ്രസിൻ്റെ മോഹങ്ങൾക്ക് തിരിച്ചടി നൽകി LDF അല്ലെങ്കിൽ CPM. മലമ്പുഴ ശ്രദ്ധേയമാകുന്നത് വി.എസിൻ്റെ വിശ്വസ്തനായ എസ്. സുരേഷിൻ്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടായിരുന്നു. എസ്. സുരേഷ് യു.ഡി.എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വി.എസ്. ഫാക്ടർ നിലനിൽക്കുന്ന, കടുത്ത വി.എസ്. എഫക്റ്റ് നിലനിൽക്കുന്ന മലമ്പുഴയിൽ സുരേഷിന് അനുകൂലമായി ഒരു ജനവികാരം ഉണ്ടാകും എന്ന് സുനിൽ കനകൂലു തിരിച്ചറിഞ്ഞു. സുനിൽ കനകൂലുവിൻ്റെ തന്ത്രത്തിൽ സുരേഷ് വീഴുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ സുരേഷ് പറയുന്നത് താൻ സ്ഥാനാർത്ഥിയാകില്ല എന്നാണ്. അതിന് കാരണം വി.എസിൻ്റെ മകൻ വി.എ. അരുൺകുമാറിനെ മലമ്പുഴയിൽ ഇറക്കാൻ CPM തീരുമാനിച്ചു.
ഈ സാഹചര്യത്തിൽ സുരേഷ് സ്ഥാനാർത്ഥിയാകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്ന് അദ്ദേഹം തന്നെ തിരിച്ചറിഞ്ഞു. എന്തായാലും കൗതുകങ്ങളും അതികൗതുകങ്ങളും കൗതുക വാർത്തകളും ഒക്കെയായി ഇലക്ഷൻ പുരോഗമിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ഇലക്ഷൻ്റെ തരംഗം ഉണ്ടായിക്കഴിഞ്ഞു. എന്തായാലും മലമ്പുഴയിൽ VA അരുൺകുമാർ മത്സരിക്കുകയാണെങ്കിൽ സുരേഷ് മത്സരിക്കില്ല. മറിച്ചാണെങ്കിൽ UDF സ്ഥാനാർത്ഥിയായി സുരേഷ് മത്സരിക്കും. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ കിഞ്ചന വർത്തമാനങ്ങൾ.